അവര് മരണത്തെ പറ്റി കൂടുതൽ ചിന്തിച്ചിരുന്ന ആളുകളായതുകൊണ്ടാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുമ്പോ സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ വേദനിക്കുന്നുണ്ടോ നബിയേ, വേദനിക്കുന്നുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ രണ്ടാളുകൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒന്നാലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ മുഅ്മിനീങ്ങളുടെ റൂഹ് പിടിച്ചതിൽ വെച്ച് ഏറ്റവും ലളിതമായ രൂപത്തിൽ റൂഹ് പിടിക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും രണ്ടാളുടെ വേദന ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഞാനും നിങ്ങളും മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ എത്രമാത്രം വേദന തിന്നേണ്ടി വരും, അതിനൊരുങ്ങണം എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുമ്പോ നമസ്കാര സമയമായപ്പോൾ പറഞ്ഞു, അബൂബക്കറിനോട് ഇമാമ് നിൽക്കാൻ പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകള് ഐഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ബാപ്പലോല ഹൃദയനാണ്. ഖുർആൻ ഓതുമ്പോൾ അദ്ദേഹം കരയും. ആലോചിക്ക് സഹോദരങ്ങളെ, ആ സ്വഹാബത്തിന്റെ പേര് പറയാനുള്ള യോഗ്യത പോലും ഈ ഉമ്മത്തിന് നിലവിലുണ്ടോ? ഉണ്ടോ? ഐഷ റളിയല്ലാഹു അൻഹ പറയാ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ബാപ്പ ഖുർആൻ ഓതുമ്പോൾ കരയും, അതുകൊണ്ട് വേറെ ആരെയും നിർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതും പറയുന്നു, അബൂബക്കറിനോട് ഇമാമ് നിൽക്കാൻ പറയുക. അപ്പോഴും ആയിഷയുടെ മറുപടി, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വാപ്പലോല ഹൃദയനാണ്. ഖുർആൻ ഓതുമ്പോൾ എന്റെ വാപ്പ കരഞ്ഞു പോകും. അല്ലാഹുവിന്റെ റസൂല് മൂന്നാമതും പറയുന്നു, അബൂബക്കറിനോട് ഇമാമ് നിൽക്കാൻ പറയുക. കാരണം നമസ്കാരത്തിന്റെ പ്രാധാന്യം. ഐഷ റളിയല്ലാഹു അൻഹ വീണ്ടും പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർന്ന ശബ്ദത്തിൽ പറയുകയാണ്, നിങ്ങൾ യൂസുഫിന്റെ പെണ്ണുങ്ങളാണ്, നിങ്ങൾ യൂസുഫിന്റെ പെണ്ണുങ്ങളാണ്, നിങ്ങൾ യൂസുഫിന്റെ പെണ്ണുങ്ങളാണ്. നമസ്കാരത്തിന് യോഗ്യനായ ഒരാളെ ഇമാമ് നിൽക്കാൻ പറഞ്ഞപ്പോ അപ്പോഴെല്ലാം തടസ്സം പറയുന്ന യൂസുഫിന്റെ പെണ്ണുങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മ വരുമ്പോഴൊക്കെ ചോദിക്കുന്നു, നമസ്കരിച്ചോ, നമസ്കരിച്ചോ? അത്രയും പ്രാധാന്യം നമസ്കാരത്തിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ? ആർക്കെങ്കിലും ഒരു സ്ഥിര ജീവിതം ഈ ലോകത്ത് അല്ലാഹു നൽകുമായിരുന്നെങ്കിൽ അത് നൽകാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇന്നലിൽ മൗതി സക്രാത്ത്, മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വളരെ വിഷമത്തോടെ പറഞ്ഞെങ്കിൽ മരണവേദന എളുപ്പമാക്കി കിട്ടാൻ അല്ലാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. മരണവേദന എളുപ്പമാക്കി കിട്ടുന്ന ഭാഗ്യശാലികളിൽ റഹ്മാനും റഹീമുമായ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ മരണം? മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താ? മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം എന്നാ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുമ്പോ മനുഷ്യന്റെ അവസ്ഥ എന്താ? കല്ലാ ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ കണങ്കാലും കണങ്കാലും തമ്മിൽ കൂടിപ്പിണരുമ്പോ ഇത് തന്റെ റബ്ബിങ്കലേക്കുള്ള മടക്കമാണെന്ന് മനസ്സിലാക്കുമ്പോ അറ്റകൈ പ്രയോഗിക്കാൻ ആരാണുള്ളതെന്ന് ചോദിക്കപ്പെടുമ്പോ സഹോദരങ്ങളെ, മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദ്രത്തിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കാനുള്ള ദാഹമുണ്ടാകും. പക്ഷേ ആർക്കെങ്കിലും അതുപോലെ വെള്ളം കൊടുത്ത ചരിത്രം ലോകത്തുണ്ടായിട്ടുണ്ടോ? വെള്ളം കൊടുത്താൽ കുടിക്കും, വെള്ളം കൊടുത്താൽ കുടിക്കും. മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാ? അള്ളാഹുവിന്റെ ദുനിയാവിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയ സ്പൂൺ. ആ സ്പൂണിന്റെ തന്നെ തുമ്പിൽ ഒരു തുള്ളി വെള്ളത്തിന്റെ 100-1, എന്നിട്ട് ആ ചുണ്ടിൽ ഒന്ന് മുട്ടിക്കും. കൈ പൊങ്ങി അപ്പ പൊട്ടിക്കും അല്ലേ? നല്ല ദാഹിച്ച് ഒരു സമുദ്രത്തിലെ വെള്ളം മുഴുവൻ കുടിക്കാനുള്ള ദാഹവും പരവശവുമായി കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു പഞ്ഞി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ചുണ്ടിങ്ങനെ നനച്ചു കൊടുക്കും, ചുണ്ടിങ്ങനെ നനച്ചു കൊടുക്കും.
ആരെങ്കിലും ഒരാള് കുറച്ച് വെള്ളം എങ്ങാനും കൊടുക്കാൻ തയ്യാറായാൽ പറയും, മോനെ കൊടുക്കരുത്. എന്തേ? വെള്ളം ഇറങ്ങാതെ മരിക്കട്ടെ? അതാണോ? സഹോദരങ്ങളെ, കൊടുത്താൽ കുടിക്കും. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയും. വെള്ളം ഒരു ഗ്ലാസ് എടുത്ത് നിങ്ങൾ കൊടുത്തു നോക്കിക്കേ, ആ വെള്ളം മൊത്തം കുടിക്കും, ഒരു സംശയമില്ല. പിന്നെ വെള്ളം കുടിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് കൊടുക്കണം കേട്ടോ. വെള്ളം കുടിക്കാനും അത് കിട്ടാനും കുടിക്കാനും അതിറങ്ങാനും ആശ്വാസം കിട്ടാനുള്ള തൗഫീഖ് അല്ലാഹു കനിഞ്ഞങ്ങോട്ട് കൊടുക്കണം, എങ്കിലേ കുടിക്കാൻ പറ്റും. അത്ര പ്രയാസം മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യന് പ്രയാസമുണ്ടാകും. എല്ലാവരുടെയും മുഖത്തേക്ക് കണ്ണോടിക്കുന്നു, വെള്ളമിരിക്കുന്ന പാത്രത്തിലേക്കൊന്നു നോക്കുന്നു, ആഗ്രഹം പറയാൻ സാധിക്കുന്നില്ല, നാവ് കുഴഞ്ഞു പോവുകയാണ്, ശരീരം മുഴുവൻ വേദനിക്കുന്നുണ്ട്. എന്നെ വേദനിപ്പിക്കല്ലേ എന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നാവതാ തളർന്നു പോവുകയാണ്, ശരീരം തളർന്നു പോവുകയാണ്. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ആ റൂഹ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഒരു നിമിഷം ഭാര്യയോട് പലതും പറയാൻ ആഗ്രഹമുണ്ടാകും, ഒന്നും പറയാൻ സാധിക്കുന്നില്ല. മക്കളോട് പലതും പറയാനുണ്ടാകും, ഒന്നും പറയാൻ സാധിക്കുന്നില്ല. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കഴിയുകയാണ്, അവസാനിക്കുകയാണ്. ഭാര്യ മക്കളെ നിങ്ങളോട് വിടാ, കൂട്ടുകുടുംബങ്ങളെ നിങ്ങളോട് വിടാ, സ്നേഹിതന്മാരെ നിങ്ങളോട് വിടാ, സ്വത്ത് സമ്പാദ്യങ്ങളെ നിങ്ങളോട് വിടാ, കുടുംബ ബന്ധുക്കളെ നിങ്ങളോട് വിടാ. ഞാനിതാ പോവുകയാണ്, ഞാനിതാ വിട ചോദിക്കുകയാണ്. ഇനിയൊരു പെരുന്നാൾ ആഘോഷിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പമില്ല, ഇനിയൊരു കല്യാണം സദ്യയുണ്ണാൻ ഞാൻ നിങ്ങളോടൊപ്പമില്ല. എല്ലാം അവസാനിക്കുകയാണ്, എല്ലാം അവസാനിക്കുകയാണ്. ചലനങ്ങൾ പോലും നിലച്ചു പോവുകയാണ്. പിന്നെ കുറെ കരച്ചിലാണ്, ബഹളമാണ്. പാപ്പാന്റെ മയ്യത്തിന്മേൽ മക്കൾ വീണ് കിടന്ന് കരയുകയാണ്, ഭർത്താവിന്റെ മയ്യത്തിന്മേൽ ഭാര്യ വീണ് കിടന്ന് കരയുകയാണ്. അലറി വിളിക്കൽ ഹറാമാണ്. മരണം സംഭവിച്ചാൽ മാറത്തടിച്ച് വിലപിക്കൽ ഹറാമാണ്. എണ്ണിപ്പറിക്ക് കരയൽ ഹറാമാണ്. പേയും പിച്ചും പറയൽ ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ അതേ സംഗതിയല്ലേ പല വീടുകളിലും നടക്കുന്നത്, അല്ലേ? ചെറുപ്പക്കാരനായ ഒരു ഭർത്താവ് ആ മനുഷ്യന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുമ്പോ ജീവിച്ചു കൊതി തീർന്നില്ലല്ലോ പൊന്നെ, ഈ കുഞ്ഞുമക്കളെ കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചുകൊണ്ട് എത്രയോ യുവതികൾ അവരുടെ നല്ല പ്രായത്തിൽ തന്നെ വൈധവ്യം പേറേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ കുഞ്ഞുമക്കൾ പാപ്പാന്റെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചു കിടന്ന് കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി സ്കൂള് തുറക്കുമ്പോ എനിക്ക് ബാഗ് വാങ്ങിത്തരാൻ പാപ്പയില്ലല്ലോ, മഴ പെയ്യുമ്പോ എനിക്ക് കുട വാങ്ങിത്തരാൻ പാപ്പയില്ലല്ലോ, കാലുവേദനിക്കുമ്പോ ചെരുപ്പ് വാങ്ങിത്തരാൻ എനിക്ക് പാപ്പയില്ലല്ലോ. ഞങ്ങൾ ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ ആരോടാ പറയുന്നത്? മൈനറിയത്തിയുമായി കണ്ടടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവൾ അന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. ഭർത്താവിന്റെ മയ്യത്തിൽ കിടന്നുകൊണ്ടുള്ള കരച്ചിലുണ്ടല്ലോ, ആര് കരഞ്ഞിട്ടും കാര്യമില്ലല്ലോ, പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും കഴിയില്ലല്ലോ. ഭർത്താവിന്റെ ശരീരം മണ്ണോട് മണ്ണായി തീരുന്നതിന്റെ മുമ്പ് ഭാര്യതാ മറ്റൊരുവന്റെ മണിയറ പങ്കിടുകയാണ്. ഭാര്യയുടെ ശരീരം മണ്ണോട് മണ്ണായി തീരുന്നതിന്റെ മുൻപ് ഭർത്താവതാ മറ്റൊരുവളുമായി കിടപ്പറ പങ്കിടുകയാണ്. ഇതാണ് മരണം സഹോദരങ്ങളെ. എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല. ആർക്ക് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്? എന്തിനാണ് സ്നേഹിക്കുന്നത്? അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിൽ ഉപരിയായി ആരെയും പരസ്പരം സ്നേഹിക്കേണ്ടതില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ പറഞ്ഞാൽ സ്വർണം മൂരിക്കൊടുക്കുന്ന വിഷയത്തിൽ സ്ത്രീകൾക്ക് വലിയ മടിയായിരിക്കും. അത് സ്ത്രീ സഹജമായ ഒരു സ്വഭാവമാണ്. മരിക്കാൻ നേരത്തും വളയമ കയറി പോയി, അല്ലേ? സ്ത്രീകളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ ശരീരത്ത് കിടക്കുന്ന ആഭരണം
നിങ്ങളുടെ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ നിങ്ങളുടെ വസ്ത്രം അഴിച്ചു മാറ്റുന്നതിന്റെ മുൻപ് അഴിച്ചു മാറ്റുന്നത് നിങ്ങളുടെ ആഭരണമായി, ഇവിടെ സ്വർണമായി. ഉരിയാൽ ചിലപ്പോൾ വള പോരൂല, കൈ നീര് വരും, വള വെട്ടിയെടുക്കേണ്ടി വരും, മാല പൊട്ടിച്ചെടുക്കേണ്ടി വരും, കൊളുത്ത് വിട്ടാലും നമുക്ക് പോരും, മോതിരമൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കേണ്ടി വരും, വളകളൊക്കെ വെട്ടി നല്ല പരിചയം നമുക്ക്. പക്ഷെ ഈ സാധനം നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ ഈ സാധനമൊക്കെ അവൾക്കാ പോവുക, നിങ്ങളുടെ ഖബറിലേക്ക് കിട്ടൂല, നിങ്ങളുടെ പരലോകത്തേക്ക് അത് കിട്ടൂല. നിങ്ങളുടെ പരലോകത്തേക്ക് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കണം, എങ്കിലേ നിങ്ങളുടെ പരലോകത്തേക്ക് കിട്ടൂ. ഇല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്കായിരിക്കും അത് പോവുക. അത് സ്ത്രീകൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. സാധാരണ സമ്പന്നനായാലും ദരിദ്രനായാലും ഒരേ പേരുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന രണ്ട് സന്ദർഭം. സമ്പന്നനായാലും ദരിദ്രനായാലും ഒരേ പേരുകൊണ്ട് രണ്ട് സമയത്ത് അഭിസംബോധന ചെയ്യും. ഒന്ന്, ജനിക്കുമ്പോൾ, പ്രസവിച്ചാൽ കടത്തിണ്ണയിൽ കിടന്നിറങ്ങുന്ന അന്യസംസ്ഥാനക്കാരനും ഭിക്ഷാടനം നടത്തുന്ന ആളുകളടക്കം, അവർ കടത്തിണ്ണയിലാണല്ലോ അധികം കിടന്നുറങ്ങുന്നത്, അവരുടെ ഒരു പെണ്ണ് പ്രസവിച്ചാലും ഇവിടുത്തെ ഒരു വലിയ സമ്പന്നന്റെ ഭാര്യയോ മകളോ മരുമകളോ പ്രസവിച്ചാലും പറയുന്നത് എന്തായിരിക്കും? കുട്ടി എന്നായിരിക്കും പറയുന്നത്. 5000 കുട്ടി അങ്ങനെയല്ല പറയുക, കുട്ടി എന്നാ പറയുക. അത് കുറച്ച് വളർന്നു വരുമ്പോൾ അതേതാ അത് ഇന്ന 5000 പേരെ കുട്ടി അങ്ങനെ പറയും, അല്ലേ? ഇതുപോലെ തന്നെ പേര് മാറുന്ന ഒരു സന്ദർഭം, പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് പേര് മാറും. ഇപ്പോ നാട്ടിലെ പ്രസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും യുവജന സംഘടനയുടെ നേതാവായിരിക്കാം, വലിയ ഹോജയൊക്കെ ആയിരിക്കാം. പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് ആ പേര് കൂടെ മാറും. എപ്പോഴാ? മരിച്ച. സമ്പന്നനായാലും ദരിദ്രനായാലും പിന്നെ വിളിക്കുന്നത് മയ്യത്ത് എന്ന, അല്ലേ? മയ്യത്ത് എന്ന നിമിഷ നേരം കൊണ്ട് ആ പേര് തന്നെ അങ്ങോട്ട് മാറി മാറും. അപ്പൊ സെക്കൻഡുകൾക്കകം എന്റെ പേര് മാറാൻ സാധ്യതയുണ്ട്. ഈ ഒരു ചിന്ത ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കണം. സഹോദരങ്ങളെ, ഞാൻ ഒന്ന് ചോദിക്കുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്ന ദിവസം, വിവാഹ ദിവസം. ആ ഒരു ആദ്യ രാത്രി ഒരാൾക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റൂല, അല്ലേ? കല്യാണ ദിവസം വിശാലമായ പന്തലൊക്കെ ഇട്ട് കസേരയൊക്കെ കൊണ്ടുവന്ന് ആളുകളൊക്കെ വന്ന് പുതിയാപ്പിളേനെ കണ്ട് പുതിയവണ്ടിനെയൊക്കെ കണ്ട് പ്രസന്റേഷനൊക്കെ കൊടുത്ത്, അല്ലേ? ആളുകളൊക്കെ വന്ന് പുതിയാപ്പിളേനെ പുതിയണ്ണിനെയൊക്കെ കണ്ട് പ്രസന്റേഷൻ കൊടുത്തിട്ട് മാറി പന്തലിലേക്ക്. കാരണം പുതിയാപ്പിളക്കും പുതിയണ്ണും നല്ല തിരക്കായിരിക്കും. അങ്ങനെ എല്ലാവരോടൊക്കെ യാത്ര പറഞ്ഞ് കുളിച്ച്, അപ്പൊ കൂട്ടുകാരൊക്കെ വന്ന് ചോദിക്കും, എപ്പോഴാ പുതിയാപ്പിള പുറപ്പെടുന്ന ടൈം എപ്പോഴാ? 10-നാണോ 10:30-ആണോ 11-ആണോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ അങ്ങനെയാ, 10 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ 12 മണിക്ക് ഇറങ്ങും, 1 മണിക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ ഉറപ്പാണ് 3 മണിക്ക് നടക്കും. അങ്ങനെ നമുക്ക് മുഹൂർത്തം ഇല്ലാതെ പോയല്ലോ. അപ്പൊ ഇങ്ങനെ കൂട്ടുകാരൊക്കെ വന്ന് ചോദിക്കും. ചെറുക്കനെ പുതിയാപ്പിളെ പുതിയനൊക്കെ കുളിച്ചു കഴിയുമ്പോ കൂട്ടുകാർ വന്ന് ഡ്രസ്സൊക്കെ ധരിച്ച് സുഗന്ധമൊക്കെ അടിച്ച് കളിയും തമാശയൊക്കെ പറഞ്ഞപ്പോ വീട്ടിൽ ഇങ്ങനെ അടക്കം പറച്ചിലും ചിരിയും വർത്താനോ, നീ പോണോട്ടോ, അവന്റെ കൂടെ നീ പോണം, മറ്റേ ആള് പോകണം, അപ്പൊ അവരോട് പറയണം ഇന്ന ടൈമിൽ ഇറങ്ങുന്നത്, എല്ലാ പ്ലാനിങ്ങും നടക്കുക. ഭയങ്കര സംസാരം, സന്തോഷത്തിന്റെ സന്ദർഭം. അങ്ങനെ പുതിയാപ്പിളയൊക്കെ ഒരുങ്ങി, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പുതിയാപ്പിള ഒരുങ്ങി എല്ലാവർക്കും കാണാൻ വേണ്ടി പന്തലിൽ വന്ന് അങ്ങനെ ഇരിക്കും. എല്ലാവരും പുതിയാപ്പിളേനെ വളരെ അത്ഭുതത്തോടെ, അതുപോലെ പുതിയണ്ണായാലും ശരിയാണ്, ഒന്ന് കാണാൻ. കാരണം 2 പ്രാവശ്യമാണ് പരമാവധി മനുഷ്യൻ ഒരുങ്ങുക. 2 പ്രാവശ്യം. ഒന്ന് സ്വന്തം അങ്ങ് ഒരുങ്ങും, രണ്ടാമത് എല്ലാവരും കൂടെ അങ്ങ് ഒരുക്കും. ഒന്ന് കല്യാണത്തിന്റെ അന്ന് മാക്സിമം ഒരുക്കും, 2 മരിക്കുന്നത് മറ്റുള്ളവർ ഒരുക്കല. മാക്സിമം പുതിയാപ്പിളായിട്ട് തന്നെ കൊണ്ടുപോകണമെന്നാ. അങ്ങനെ തന്നെ പുതിയാപ്പിളായിട്ട് നല്ല സുഗന്ധം പൂശി, അതാണല്ലോ കഫൻ തുണി, നല്ല സുഗന്ധം ഇങ്ങനെ പുകച്ചത്, പുകയൊക്കെ കൊള്ളിച്ച് പരമാവധി നല്ല സ്മെല്ല്, അതിലുള്ള സുഗന്ധം തന്നെ ഉണ്ടാകണം. കാരണം പുതിയാപ്പിള പോകണം തന്നെ, 2 പുതിയാപ്പിള പോക്കാം, അല്ലേ? അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ പോകുമ്പോ കാറിലിരുന്നിട്ട് എല്ലാ പുതിയാപ്പിളാരും പറയും, സമയം നമ്മൾ 10 മണി പറഞ്ഞിട്ട് 11:30 മണിയെന്ന് പറഞ്ഞപ്പോ കൂട്ടുകാരൊക്കെ ഇരുന്നിട്ട് പറയും, എടാ മോനെ ഇത്രയും ദിവസവും നീ ക്ഷമിച്ചില്ലേ, ഇന്നും കൂടെ ഒന്നും ക്ഷമിച്ചാലാന്ന് പറയുന്ന തമാശക്ക് കളിയാ. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോന്നു കഴിഞ്ഞാൽ 2 യുവ മിഥുനങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് അവിടെ ഒരുമിക്കുന്ന ആ ഒരു രാത്രി ഉണ്ടല്ലോ, അത് ഒരാളെ സംബന്ധിച്ച് ഒരാൾക്കും തന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രാത്രിയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇനിയും അതുപോലെയുള്ള ഒരു ആദ്യ രാത്രി നമുക്ക് വരാൻ. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ തുണിക്കടയിൽ ഇങ്ങനെ ചീട്ടിത്തുണി ഉണ്ടാവും, ചീട്ടിത്തുണി, മയ്യത്ത് പുതിയ കഫൻ തുണി അവിടെ കിടക്കുന്നുണ്ടാവും. നമ്മളത് മൈൻഡ് ചെയ്യാറില്ല.
അല്ലേ? അപ്പൊ ആ തുണി നമ്മളോട് എന്താ പറയുന്ന? ചെല്ല്, ഞാൻ വരാം, ഉടനെ വരാം. ഏത് തുണിക്കടയിലും നോക്കിക്കോ സഹോദരങ്ങളെ, ഒരു പാക്കറ്റ് ഉണ്ടാകും. എന്താണെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും കഫൻ തുണി. എന്റെയും നിങ്ങളുടെയും കഫൻ തുണി. ഇനി മരിച്ചു കൊടുത്താൽ മതി. തുണി റെഡിയാണ്, പഞ്ഞ് റെഡിയാണ്, അത്തറ് റെഡിയാണ്, കർപ്പൂരം റെഡിയാണ്, എല്ലാം അതിലുണ്ട്. ഒരു കിറ്റാണ് എല്ലാ പള്ളികളിലും. കാരണം ചിലപ്പോ അവർ അവധി ദിവസവും ഒരു മരണം നടന്നാൽ കഫൻ തുണി അന്വേഷിച്ച് കടയിൽ പോകാൻ പറ്റില്ല. ഒട്ടുമിക്ക പള്ളികളിലും നമുക്കൊക്കെ വേണ്ടി കഫൻ തുണി പോലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങ് മരിച്ചാൽ മതി, അത്ര സമയം നമുക്കുള്ളൂ. ഇതുപോലൊരു ദിവസം നമുക്ക് ഇനിയും വരാൻ, മരിക്കുന്ന ദിവസം, അല്ലേ? മരിക്കുന്ന ദിവസം. എപ്പോഴാണ് പുതിയാപ്പിള പുറപ്പെടുന്നത് എന്ന് ചോദിച്ച കൂട്ടുകാര്, അതേ കൂട്ടുകാരുടെ നാവ് കൊണ്ട് ചോദിക്കുന്നു, മയ്യത്തെപ്പോഴാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? മയ്യത്തെപ്പോഴാ കൊണ്ടുപോകുന്നത്? എപ്പോഴാണ് മയ്യത്ത് മറമാടുന്നത്? ഒരു മരണ വാർത്ത നമ്മുടെ കാതിലെത്തിയാൽ അത് ടെലിഫോണിലായാലും മൊബൈലിലായാലും എങ്ങനെ അറിഞ്ഞാലും എപ്പോഴാണ് മറവ് ചെയ്യുക, മയ്യത്തെപ്പോഴാണ് എടുക്കുക എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. കല്യാണ ദിവസം ചോദിച്ചതുപോലെ മരണ ദിവസവും അതേ കൂട്ടുകാര് തന്നെ ചോദിക്കുന്നു, മയ്യത്തെപ്പോഴാ പുറപ്പെടുന്നത്? മയ്യത്തെപ്പോഴാ പുറപ്പെടുന്നത്? കല്യാണ ദിവസം പുതുമണവാളൻ സ്വന്തമായിട്ടാണ് കുളിച്ചതെങ്കിൽ മരണ ദിവസം കൂട്ടുകാരല്ലയോ മയ്യത്ത് കുളിപ്പിക്കുന്നത്? കല്യാണ ദിവസം ആ വീട്ടിൽ അടക്കം പറച്ചിലും വടകിലുക്കവും ചിരിയും വർത്തമാനവുമാണ് കേട്ടതെങ്കിൽ മരണ ദിവസം ആ വീട്ടിൽ തേങ്ങലുകളും ദീർഘനിശ്വാസങ്ങളും കരച്ചിലുമല്ലയോ കേൾക്കുന്നത്? കല്യാണ ദിവസവും ധരിച്ചത് പുതിയ വസ്ത്രം തന്നെയാണ്, മരണ ദിവസവും ധരിക്കുന്നത് പുതിയ വസ്ത്രം തന്നെയാണ്. കല്യാണ ദിവസവും പുതുവസ്ത്രത്തിൽ സുഗന്ധം പൂശിയിട്ടുണ്ട്, മരണ ദിവസവും പുതുവസ്ത്രത്തിൽ സുഗന്ധം പൂശിയിട്ടുണ്ട്. കല്യാണ ദിവസം നിനക്ക് നടന്നു പോകാനുള്ള കാറിലേക്ക് നീ നടന്നു കയറിയാണ് പോയതെങ്കിൽ നിനക്ക് പോകാനുള്ള വാഹനം മരണ ദിവസം നിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയല്ലേ ചെയ്യുന്നത്? കല്യാണ ദിവസം 4 വീലുള്ള കാറിൽ കയറിയാണ് നീ യാത്ര പോയതെങ്കിൽ മരണ ദിവസം 6 കാലുള്ള കട്ടിലിൽ കിടന്നിട്ടല്ലയോ നീ യാത്ര പോകുന്നത്? കല്യാണ ദിവസം എല്ലാവരോടും യാത്ര പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി എല്ലാ ഒരുക്കങ്ങളും നടത്തി എല്ലാവർക്കും ഒരു നോക്ക് കാണാൻ പന്തലിൽ ഒരുക്കിയിരുത്തിയില്ലേ? ഇതുപോലെ മരണ ദിവസവും പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുമ്പോ അവസാനത്തെ കാഴ്ച കാണാൻ വേണ്ടി വീട്ടുമുറ്റത്ത് മയ്യത്തിന്റെ കഫൻ ചെയ്ത തുണിയുടെ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം കേരളക്കരയിലുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. കുളിപ്പിച്ച് മയ്യത്ത് കഫൻ ചെയ്താൽ പിന്നെ കൊണ്ടുപോയി നമസ്കരിച്ച് മറവ് ചെയ്യലാണ്. പിന്നെ കാണാനുള്ളവരെങ്ങനെ ക്യൂ നിർത്തുന്ന സംവിധാനം ഉണ്ടല്ലോ, ഇസ്ലാമിലില്ല. അത് നമ്മുടെ നാട്ടിലുണ്ട്. അത് ശിർക്കൊന്നുമല്ല, പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരു നാട്ടു നടപ്പാണ്. ഇസ്ലാമിൽ ഒരാൾ മരിച്ചാൽ അടുത്ത ബന്ധുക്കളെ പെട്ടെന്ന് വിവരം അറിയിക്കുക, കുളിപ്പിക്കുക, ചൂടാറുന്നതിന് മുമ്പ് പൊതിഞ്ഞ് നമസ്കരിച്ച് മറവ് ചെയ്യുക, തസ്ബീത്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഖലാസ്. അത്രേ ഉള്ളൂ. ഇത് വിളിച്ചു പറഞ്ഞ് ഗൾഫിൽ നിന്നുള്ള മകൻ വരണം, മറ്റേ മരുമോള് പ്രസവിക്കാൻ കിടക്കുന്നുണ്ട്, പ്രസവം കഴിയണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇസ്ലാമിൽ ഇല്ലാട്ടോ. മരിച്ച ഉടനെ മറവ് ചെയ്യുക, അതാണ് ഇസ്ലാമിന്റെ വിധി. അങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി അവസാനം വന്നിരുന്ന് എല്ലാവരും ഒരു നോക്ക് കാണുകയാണ്. അപ്പോഴും പലരും കരച്ചിലാണ്. മയ്യത്തിന് വേണ്ടി അലമുറയിട്ട് കരയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വായിൽ മണ്ണ് വാരിയിടാനാണ് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത്. അങ്ങനെ കല്യാണ ദിവസം പോയതുപോലെ, ആ കാറിലേറിപ്പോയതുപോലെ മരണ ദിവസം ആളുകൾ ചുമലിലേറ്റിക്കൊണ്ട് പോവുകയാണ്. കല്യാണ ദിവസം നിന്നോട് പിണങ്ങി നിന്നവരൊന്നും നിന്റെ വീട്ടിൽ വന്നിട്ടില്ല. പക്ഷേ മരണ ദിവസമുണ്ടല്ലോ, നിന്നോട് പിണങ്ങി നിന്നവരും നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. കാരണം ഇത് ദുനിയാവിലെ അവസാനത്തെ കാഴ്ചയാണ്. ഇനിയൊരു കാഴ്ച നാളെ ആഖിറത്തിലാണ്. ആ കാഴ്ച കോലം എന്തെന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് അവസാനത്തെ കാഴ്ച കാണുകയാണ്. ഞാനും തമ്മിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ, അത് പൊരുത്തപ്പെടിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന ബേജാറിൽ വിഷമത്തില് മനമുരുകിയുള്ള പ്രാർത്ഥനയാണ് ആ മയ്യത്തിന് കിട്ടുന്നത്.
അങ്ങനെ എല്ലാവരുടെയും കരച്ചിലും എല്ലാവരുടെയും വിഷമവും ആ വീട്ടിൽ നിലനിൽക്കുമ്പോൾ തന്നെ മയ്യിത്തതാ പള്ളിക്കാട്ടിലേക്ക് യാത്ര പോവുകയാണ്. കല്യാണ ദിവസം കാറിൽ ഇരുന്നു കൊണ്ട് സമയം അധികമായി എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാര് കളിയാക്കിയില്ലേ? ഇതുപോലെ തന്നെ മയ്യിത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് ആ മയ്യിത്തിന്റെ ഒരു ദീനവിലാപമുണ്ട്. പക്ഷേ അത് കൂട്ടുകാര് കേൾക്കുന്നില്ല, നാട്ടുകാര് കേൾക്കുന്നില്ല, വീട്ടുകാര് കേൾക്കുന്നില്ല. പക്ഷേ അത് കേൾക്കുന്ന മറ്റ് ചില സൃഷ്ടികൾ ഭൂമുഖത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഇദാ വദിഅത്തിൽ ജനാസതു വഹതമലഹ الرجال على അനാഖിഹിം ഇൻ കാനത് സ്വാലിഹതൻ ഖാലത് ഖദ്ദിമൂനി ഖദ്ദിമൂനി വഇൻ കാനത് ഗൈറു സ്വാലിഹ ഖാലത് യാ വൈലഹാ അയ്ന തദ്ഹബൂന ബിഹാ യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ വലൗ സമിഅഹു സഇഖാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പുരുഷന്മാരാ ജനാസ എടുത്ത് തോളിൽ വെക്കപ്പെട്ടാൽ, പുരുഷന്മാരാ ജനാസ എടുത്ത് തോളിൽ വെക്കപ്പെട്ടാൽ ഇൻകാനത്ത് സ്വാലിഹത്തൻ, അതൊരു സ്വാലിഹായ മുഅ്മിനായ മനുഷ്യന്റെ മയ്യത്താണെങ്കിൽ കാലത്ത് ആ മയ്യത്ത് വിളിച്ചു പറയുകയാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകണേ, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകണേ. ഇൻകാനത്ത് ഗൈറു സ്വാലിഹ, അതൊരു സ്വാലിഹല്ലാത്ത മനുഷ്യന്റെ ഒരു തോന്നിയവാസിയുടെ മരണം ഒരു മയ്യത്താണതെങ്കിൽ കാലത്ത് ആ മയ്യത്ത് വിളിച്ചു പറയുകയാണ്, അതൊരു തോന്നിയവാസിയുടെ മയ്യത്താണെങ്കിൽ ആ മയ്യത്തതാ വിളിച്ചു പറയുകയാണ്, കാലത്ത് യാ വൈലഹാ അയ്ന തദ്ഹബൂന ബിഹാ, നാശമേ എന്നെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് ദുർനടപ്പുകാരനായ മനുഷ്യന്റെ മയ്യത്ത് ആ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് വലിയ ശബ്ദത്തിൽ കരയുമ്പോ യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെയുള്ള മുഴുവൻ ജീവജാലങ്ങളും ആ മയ്യത്തിന്റെ ദീനവിലാപം കേൾക്കുന്നതാണ്. വലൗ സമിഅഹു, മനുഷ്യനെങ്ങാനും ആ വിലാപം കേട്ട് കഴിഞ്ഞാൽ സുഇഖാ, അവൻ ബോധരഹിതനായി വീണു പോകുന്നതാണ്. കൊണ്ടുപോകുന്നവൻ ബോധം കെട്ട് വീണാൽ പിന്നെ ഈ മയ്യത്ത് മറമാടപ്പെടുകയില്ല. പക്ഷികൾ കേൾക്കുന്നുണ്ട്, മൃഗങ്ങൾ കേൾക്കുന്നുണ്ട്, ജിന്നുകൾ കേൾക്കുന്നുണ്ട്, മലക്കുകൾ കേൾക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലെങ്ങാനും ഒരു മയ്യത്തെങ്ങാനും ഒന്ന് കൊണ്ടുപോകുമോ പക്ഷികൾ ഭയക്കുന്നത് കാണാം, മൃഗങ്ങൾ എന്തോ ശബ്ദം കേട്ട് ഭയന്ന് നോക്കുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശയായി പോലും കളവ് പറയാത്ത മുഖ്ബിറേ സ്വാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, പക്ഷിമൃഗാദികൾക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്, മൃഗങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, ജിന്നുകൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, മലക്കുകൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ മനുഷ്യനത് കേൾക്കുകയില്ല. മനുഷ്യനെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ വലൗ സമിഅഹു, അവനെങ്ങാനും അത് കേട്ട് കഴിഞ്ഞാൽ സുഇഖാ, ബോധരഹിതനായി വീണു പോകുന്നതാണ്. അപ്പോ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് വല്ലാത്ത ശബ്ദം വെച്ച് കരയുന്നതാണ്. ഈ കരച്ചിലെല്ലാം കഴിഞ്ഞ് മയ്യത്തതാ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വച്ചതാ മയ്യത്ത് നമസ്കാരം നടക്കുകയാണ്. മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ കല്യാണ ദിവസം നിന്റെ മണിയറയിൽ നിനക്ക് കൂട്ടിന് ഭാര്യയുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവുണ്ടായിരിക്കാം. നിന്റെ ഖബറാകുന്ന മണിയറയുണ്ടല്ലോ, ഖിയാമത്ത് നാൾ വരേക്കും നിനക്ക് കിടക്കാനുള്ള മണിയറയുണ്ടല്ലോ, ആ ഖബറാകുന്ന മണിയറയിലേക്ക് നിന്നെ കൊണ്ടുവച്ചാൽ കല്യാണ ദിവസം നിന്റെ മണിയറയിൽ സോഫ്റ്റായ മെത്തയുണ്ട്, സോഫ്റ്റായ കിടക്കയുണ്ട്, സോഫ്റ്റായ തലയിണയുണ്ട്, ഒരുപക്ഷെ AC ഉണ്ടായി എന്ന് വരാം, ഏറ്റവും നല്ല മുറിയായിരിക്കും. പക്ഷേ ഖബറാകുന്ന മണിയറയുണ്ടല്ലോ, മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാൽ ഇരുഭിത്തിയാണതിലുള്ളത്.
മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. അതിലുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ. താക്കോല് ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. മെത്തയല്ല അവിടെയുള്ളത്, വെറും മണ്ണ് മാത്രമാണ് നിനക്കുള്ളത്. അതിശക്തമായ 2 ഭിത്തികൾ വലയം ചെയ്യപ്പെട്ട ഇരുളാകുന്ന കളറിന്റെ പെയിന്റാണ് അതിൽ അടിച്ചിട്ടുള്ളത്. ആ കബറാകുന്ന മണിയറയിൽ നിനക്കൊന്ന് ചെരിഞ്ഞു കിടക്കാൻ, നിനക്കൊന്ന് നിവർന്ന് നിൽക്കാൻ, നീ ഒന്ന് ശബ്ദം വച്ചാൽ പുറത്ത് കേൾക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അത്ര കുടുസായ ഇടുങ്ങിയ മുറിയല്ലേ നിന്റെ അവസാനത്തെ മണിയറ. കല്യാണ ദിവസം നിന്റെ മണിയറയിൽ നിനക്ക് കൂട്ടിനൊരിണയുണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഖബറാകുന്ന മണിയറയുണ്ടല്ലോ, അവിടെ നിനക്ക് ചില കൂട്ടാളികളുണ്ട്. ആ കൂട്ടാളികളെ ഭൂമിയിൽ വെച്ച് നീ പരിഗണിച്ചിട്ടില്ലാത്ത കൂട്ടാളികളാണ്. പക്ഷേ ആ കൂട്ടാളികളെ നിനക്ക് ഖബറിൽ അല്ലാഹു സംവിധാനം ചെയ്തതാണ്. ചിതലും പുഴുക്കൾ താവളം പെരുട്ടുന്നതിൽ, ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2. നോക്കുന്ന നേരം മണ്ടുമേ ഭയം കൊണ്ട്. അല്പം പോലും വിശദീകരണം വേണ്ടതില്ല. ചിതലുകൾക്കും പുഴുക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം മാത്രമാണ് നമ്മുടെ ശരീരം എന്ന ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, രോഗം മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ചികിത്സക്ക് പോകുന്നുണ്ടല്ലോ. രോഗം മാറാനുള്ള ആഗ്രഹമല്ലയോ ആറടി മണ്ണിൽ കുഴിച്ചു മൂടുന്നത്. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന യുവാക്കളുണ്ട്, യുവതികളുണ്ട്. കല്യാണം കഴിക്കാനുള്ള ഒരാഗ്രഹമല്ലയോ ആറടി മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ടത്. നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോ പള്ളിക്കാട്ടിൽ കാണുന്ന ഖബറിന്റെ മുകളിലുള്ള പൂക്കളുണ്ടല്ലോ, ആ പൂക്കളോട് ആ പൂക്കൾക്ക് നമ്മളോട് ചിലത് പറയാനുണ്ട്. ആ പൂക്കൾ നമ്മളോട് ചിലത് പറയുന്നുണ്ട്. നിന്നെ പോലെയുള്ള ഒരുവന്റെ മജ്ജയിൽ നിന്ന്, മാംസത്തിൽ നിന്ന് വലിച്ചെടുത്ത വളവും കൊണ്ടാണ് ഞാൻ ഇവിടെ വിരിച്ചു നിൽക്കുന്നത് എന്ന് ആ പൂക്കൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അവഗണിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞു, മരണത്തെ കുറിച്ചോർക്കാൻ, പരലോകത്തെ കുറിച്ചോർക്കാൻ. പക്ഷേ സിയാറത്ത് ചെയ്യുന്നില്ല. ഖബർ സിയാറത്തിനാരും തയ്യാറില്ല. പിന്നെ പോകുന്ന സിയാറത്ത് ഏതാ? അല്ലാഹു വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങളാണ്. മഹാന്മാരായ ആളുകളെ മറവ് ചെയ്ത ഖബർ കെട്ടിപ്പൊക്കി അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സിയാറത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല എന്ന് പറഞ്ഞതാണത്. പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യുകയും ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ടല്ലോ. അത് ചെയ്യുന്നവരും മരിക്കും, അത് ാത്തവരും മരിക്കും, പറയുന്നവരും മരിക്കും, അത് കേൾക്കുന്നവരും മരിക്കും. നമ്മുടെ മുമ്പിൽ മരണമുണ്ട്, നമ്മുടെ മുമ്പിൽ മരണമുണ്ട്. മരണം നമ്മുടെ ചെരുപ്പിന്റെ വള്ളിയേക്കാൾ നമ്മോടടുത്തു നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നതാണ്. ആ ഖബറിലെങ്ങാനും കിടന്ന് നിനക്കൊന്ന് കരയാൻ ഒരവസരമെങ്ങാനും കിട്ടിയാൽ നിന്റെ ആ കരച്ചിൽ പോലും പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ ഭദ്രമായിട്ടല്ലേ നിന്റെ ഖബറിന്റെ പഴുതുകൾ അടയുന്നത്. അല്ലേ? സാധാരണ ഒരാള് മരിച്ച് പിന്നെ മയ്യത്ത് മറവ് ചെയ്താല് ആ താഴ്ക്കബറിന്റെ മുകളിൽ ഇങ്ങനെ പലക വെച്ചാല്, ഇവിടെ പലകയല്ലേ വെക്കാം, ഇവിടെ പലകയാണ്, അത് കല്ല, ചിലയിടത്ത് കല്ല് വെക്കും. അതിന് ചെറിയൊരു വെടവുണ്ടെങ്കിൽ അവിടെ ചപ്പ് വെക്കും, അല്ലെങ്കിൽ ടൈപ്പ് ഒട്ടിക്കും, അല്ലെങ്കിൽ പിന്നെ ശർക്കരപ്പായ ഇടും. ചില സ്ഥലത്ത് ന്യൂസ് പേപ്പർ വെക്കും ഭദ്രമായിട്ടാണ്. അതിൻ്റെ ഉള്ളിലൊരു ശബ്ദം ഉണ്ടെങ്കിൽ അതുപോലും കേൾക്കാൻ നമ്മൾ തയ്യാറില്ല.
അതിന്റെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് കേൾക്കാൻ പോലും നമ്മൾ തയ്യാറില്ലാത്ത സാഹചര്യം അല്ലേ? വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയി വച്ചാൽ മക്കൾ ഭദ്രമായി മൂടും. ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ടുപോയി വച്ചാൽ മക്കള് വാപ്പാന്റെ മയ്യത്ത് വെച്ചാൽ മൂടും, ഭാര്യന്റെ മയ്യത്ത് വെച്ചാൽ മൂടും അല്ലേ? ഇലയും നൽ തണ്ണീരതും ചേർത്തു മണ്ണതിനാലെ അടവാകും വിടവിനെ ബാറിലെ കനമേറും മീസാൻ കല്ലും മണ്ണും അതിന്മീതെ മറമാടും ഖബർ ബഹുജോറിലെ മറമാടും ഖബർ ബഹുജോറിലെ. പണ്ടാരോ വിവരമുള്ളവർ എഴുതിയ പാട്ടാണ്. പക്ഷേ പാട്ടിൽ പറയുന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരൽപ്പം വിടവ് പോലുമില്ലാതെ ഗൾഫിലാണെങ്കിൽ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ബന്ധപ്പെടാം. ഖബറിൽ കിടക്കുന്നവന്റെ സ്ഥിതി അറിയാൻ മാർഗമില്ല. ഫോൺ കമ്പി ലെറ്റർ സർവ്വതും നിലച്ചില്ലേ. അവർക്കുള്ള ഹാലറിയാത്തത് അത്ഭുതമല്ലേ. ഫാൻ റേഡിയോ ഇവയിൽ രസിച്ചവനല്ലേ. ഒരു വായു കേറാനുള്ള പഴുതും ഇല്ലേ. അത്ര ഭദ്രമായിട്ട് ഖബറതാ മൂടുകയാണ്. പിന്നീട് എപ്പോഴാണത് തുറക്കുന്നത്? ആ ഖബറിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? താക്കോൽ ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലല്ലേ താക്കോലുള്ളത്. അതുകൊണ്ട് ആ മരണം വരുന്നതിന് മുമ്പ് മടക്കയാത്രക്കൊരുങ്ങിക്കോ. തസവ്വദു മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തസവ്വദു മിനത് തഖ്വാ, തഖ്വയാകുന്ന വിഭവശേഖരണം നീ നടത്തിക്കോ. കാരണം ഫഇന്നക ലാ തദ്രീ, തീർച്ചയായും നിനക്കറിവില്ലല്ലോ. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രിയായാൽ നേരം വെളുക്കുമ്പോൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യം നിനക്കുറപ്പില്ല. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ وكم من سقيم عاش حين من الدهر. എത്രയോ രോഗദൃഢഗാത്രരായ ചെറുപ്പക്കാർ വളരെ പെട്ടെന്നതാ മരിച്ചു വീഴുകയാണ്. രോഗികളായി എത്രയോ ആളുകൾ മരണമില്ലാതെ രോഗികളായി കിടപ്പും കിടക്കുകയാണ്. അതുകൊണ്ട് ഒരുങ്ങിക്കോ, അതുകൊണ്ട് ഒരുങ്ങിക്കോ. തസവ്വദ് മിമ്മ ആശിഖലിൽ മആദി വഖും ലില്ലാഹി വഅമൽ ഖൈറസാദി ഫലാ തജ്മഅ മിനദ് ദുനിയാ കസീറാ ഫഇന്നൽ മാല യുജ്മഉ ലിന്നഫാദി. തസവ്വദ്, നീ ശേഖരിച്ചോ. മിമ്മാശിഖലിൽ മആദി, നിന്റെ മടക്ക ജീവിതത്തിലേക്കുള്ള വിഭവങ്ങൾ നീ ശേഖരിച്ചോ. വഖും ലില്ലാഹി വഖും ലില്ലാഹി വഖും ലില്ലാഹി, അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പമുള്ള സഹവാസം ആഗ്രഹിച്ച ഒരു സഹാബിയോട് പറഞ്ഞില്ലേ, സുജൂദ് അധികരിപ്പിച്ചോ. അതുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് വഅമൽ ഖൈറസാദി, സ്വാലിഹായ അമലുകൾ ചെയ്തുകൊണ്ട് വിഭവം നീ ശേഖരിച്ചോ. ഫലാ തജ്മഅ മിനദ് ദുനിയാ കസീറ, ദുനിയാവ് ഒരുപാട് വാരിക്കൂട്ടാൻ വേണ്ടി നീ ശ്രമിക്കേണ്ടതില്ല. കാരണം ഫഇന്നൽ മാല യുജ്മഉ ലിന്നഫാദി, നിന്റെ സമ്പത്തിന്റെ ആധിക്യമുണ്ടല്ലോ അത് നിന്നെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് മടങ്ങാനൊരുങ്ങിക്കോ. നിന്റെ ഖബർ മൂടിക്കഴിഞ്ഞാൽ ഫനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്
ثم نفخ فيه أخرى فإذا هم قيام ينظرون കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള് വാനഭൂവനങ്ങളിലുള്ളവരെല്ലാവരും മരിച്ചു വീഴുന്നതാണ്. ഇല്ലാ മൻ ശാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. മലക്കുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. തുമ്മ പിന്നീട് നുഫിഖ ഫീഹി ഉഖറാ രണ്ടാമതൊരു ഊത്തും കൂടെ ഊതിക്കഴിഞ്ഞാൽ ഫഇദാഹും ഖിയാമുൻ യൻളുറൂൻ എല്ലാവരും എഴുന്നേറ്റ് അന്താളിച്ച് നോക്കുകയാണ്. വഅശറഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ അന്ന് റബ്ബിന്റെ പ്രകാശം കൊണ്ട് ഭൂമി പ്രശോഭിതമാകുന്നതാണ്. വവുദിഅൽ കിതാബ് കർമ്മരേഖകൾ വെക്കപ്പെട്ടാൽ വജിഅ ബിന്നബീന വശുഹദാ അംബിയാക്കളെയും ശുഹദാക്കളെയും അഥവാ സാക്ഷികളെയും കൊണ്ടുവരപ്പെട്ടാൽ വഖുലിയ ബൈനഹും ബിൽ ഹഖ് വഹും ലാ യുദ്ലമൂൻ നീതിപൂർവം വിധികൾ പ്രഖ്യാപിക്കുകയാണ്. അവിടെ ഒരിക്കലും അനീതിയില്ല, ധർമ്മമില്ല, അക്രമമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഓരോ സമുദായത്തിനും അതാതിന്റെ സാക്ഷികളെ കൊണ്ടുവരുമ്പോ ഈ സമുദായത്തിന്റെ സാക്ഷി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് അനുകൂല സാക്ഷ്യമുള്ളത്. മറിച്ച് ഏതെങ്കിലും പാളക്കിതാബുകളുടെയോ ഏതെങ്കിലും കാലകീലകളുടെയോ അടിസ്ഥാനത്തിലാണ് ജീവിതമെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിനെതിരായി സാക്ഷി പറയുന്നതാണ്. വഖാലർ റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. വഖാലർ റസൂലു റസൂൽ പറയുന്നതാണ്, യാ റബ്ബി എൻ്റെ റബ്ബേ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ ഈ സമുദായം നിന്റെ ഖുർആനിനെ വർജിക്കപ്പെട്ടതാക്കി നാഥായെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരത്രിക ലോകത്ത് ഈ സമുദായത്തിനെതിരായി സാക്ഷ്യം പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരിക്കും എപ്പോഴാണെന്ന് നമുക്കറിയില്ല എന്നതേയുള്ളൂ. ആ മരണത്തിന്റെ മുമ്പ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുക. പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകചര്യയുടെയും അടിസ്ഥാനത്തിൽ ജീവിതം ക്രമീകരിച്ച് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന അല്ലാഹു സ്നേഹിക്കുന്ന അല്ലാഹുവിനെ സ്നേഹിക്കുന്ന സ്വർഗം ലഭിക്കുന്ന നരകമോക്ഷം ലഭിക്കുന്ന സൗഭാഗ്യശാലികളിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അത്തരം സൗഭാഗ്യശാലികളിൽ റഹ്മാനും റഹീമുമായ അല്ലാഹു നമ്മയും നമ്മുടെ അഹ്ലുകാരെയും നമ്മുടെ സന്തതി പരമ്പരകളെയും ദുആ ചെയ്യാൻ നമ്മോട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാൻ. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ പോരായ്മകൾ നിന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും ഈ സാധുക്കളായ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാൻ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ വചനം ഉച്ചരിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും സദുദ്ദേശങ്ങളെ സഫലമാക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളായി കഴിയുന്ന ആളുകളുടെ സകലവിധ രോഗങ്ങളെയും ശിഫയാക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, ഇതുപോലെ നാളെ നിന്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നരകമോക്ഷം ലഭിക്കുന്ന ഭാഗ്യശാലികൾ ഈ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
واغفر لنا واغفر لنا واغفر لنا يا غافر المذنبين وارحمنا 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 بأنواع رحمتك يا أرحم الراحمين. وصلى الله على محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.